ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഗ്യാസ് ഉണ്ടല്ലോ, എത്ര കത്താത്ത ഗ്യാസും ചിലപ്പോൾ നമ്മുടെ ഗ്യാസൊക്കെ നമ്മൾ കത്തിക്കഴിയുമ്പോൾ നമുക്ക് അത് ചിലപ്പോൾ അങ്ങനെ കത്താതിരിക്കില്ലേ. അപ്പോൾ അങ്ങനെ കത്താത്ത ഗ്യാസ് നമുക്ക് തന്നെ വീട്ടിൽ നമുക്ക് തന്നെ സ്വയം അത് ക്ലീൻ ചെയ്യാം കേട്ടോ. അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വേറെ പുറമേ ആരെയും വിളിച്ച് നമുക്ക് പൈസയൊന്നും കൊടുത്ത് ചിലവാക്കേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കത്താത്ത ഗ്യാസ് പെട്ടെന്ന് തന്നെ നമുക്ക് കത്തിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസിൻ്റെ എല്ലാ പാർട്സും നമുക്ക് ഇങ്ങോട്ട് മാറ്റാം കേട്ടോ. അതിൻ്റെ ബർണറൊക്കെ ഉണ്ടല്ലോ, എല്ലാ പാർട്സും നമുക്ക് ഇങ്ങോട്ട് മാറ്റിയെടുക്കാം. ഇതാ എല്ലാം ഞാനിങ്ങനെ മാറ്റിയെടുത്തു കേട്ടോ. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഹാർപ്പിക്ക്, നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ ഉണ്ടല്ലോ, അത് കുറച്ച് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ബർണർ ഉണ്ടല്ലോ, അതിട്ട് കൊടുത്തു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കറുത്തിരിക്കുകയല്ലേ, അപ്പോൾ അതിൽ അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചൂടുവെള്ളത്തിൽ ഹാർപ്പിക്ക് ഒഴിച്ച് ഇട്ട് കൊടുത്തത്. അതിനുശേഷം നമുക്കത് ക്ലീൻ ചെയ്യാനായിട്ട്, ചൂള ക്ലീൻ ചെയ്യാനായിട്ട് ഒന്ന് കമത്തി പിടിച്ച് അതിൻ്റെ ഉള്ളിൽ കുറച്ച് അഴുക്കുണ്ടായിരുന്നു. അത് കാര്യമായിട്ടുള്ള അഴുക്കൊന്നും ഉണ്ടായില്ല. ഒരു പഴയ തുണി കൊണ്ട് നമുക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് കത്താത്ത ഗ്യാസ് ഉണ്ടല്ലോ, കത്താത്ത ഗ്യാസിൻ്റെ അവിടെ അതിൽ ചെറിയ ഒരു ഹോൾ ഉണ്ടാവും. അത് നമ്മൾ നോക്കി ശ്രദ്ധിച്ചിരിക്കണം. അതിലേക്ക് നമ്മളൊരു ഹോൾ പിന്നോ അല്ലെങ്കിൽ ഒരു വയറിൻ്റെ ഒരു കഷ്ണം എന്തെങ്കിലും ഇങ്ങനെയൊന്ന് പതുക്കെ ഒന്ന് കുത്തി കൊടുത്താൽ മതിട്ടോ. നമ്മളൊരു സേഫ്റ്റി പിന്നാണ് കുത്തി കൊടുത്ത്. നല്ലോണം കുത്തി കൊടുത്തപ്പോൾ അതൊന്ന് നല്ല ക്ലീൻ ആയിട്ടോ. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വിനീഗറും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒരു ബ്രഷ് കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കാം. ഇതുണ്ട്, അതിൻ്റെ അടിയിലൊക്കെ അഴുക്കൊക്കെ ഉണ്ടാവും, അഴുക്കും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു പഴയൊരു ബ്രഷ് കൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാം. അപ്പോൾ എല്ലാ പൊടിയും അഴുക്കൊക്കെ അങ്ങനെ പോയി കിട്ടും. നല്ലപോലെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൈ ഇങ്ങനെ കടക്കലില്ല, അപ്പോൾ നമുക്ക് ബ്രഷ് കൊണ്ടാകുമ്പോൾ നന്നായിട്ട് വൃത്തിയാവും. അതിനുശേഷം ഒരു പഴയ തുണിയും കൂടി ആ ബ്രഷുമ്മ ഒന്ന് ചുറ്റിയിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് തുടയ്ക്കുക. നല്ലപോലെ ഒന്ന് ഉരച്ച് തുടയ്ക്കുന്നുണ്ട്. നല്ലപോലെ ക്ലീൻ ആവും കേട്ടോ. നല്ല അഴുക്കും പൊടിയൊക്കെ പോയി കിട്ടും. നന്നായി ക്ലീൻ ആവും. നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കണം. അതിനുശേഷം അടുത്ത ഗ്യാസും അതും നന്നായിട്ട് ഇതുപോലെ തന്നെ ബ്രഷ് കൊണ്ട് നല്ലപോലെ തുടച്ച് ക്ലീൻ ചെയ്യാം കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്യാം. വീണ്ടും അതും ഒരു തുണിയും കൂടി ചുറ്റിയിട്ട് ആ തുണിയോട് വീണ്ടും തുണിയും കൂടി കൂട്ടിയിട്ട് വീണ്ടും നമുക്ക് ഒന്ന് നല്ലപോലെ തുടച്ചെടുക്കാം. എല്ലാം ഞാനിതുപോലെ ക്ലീൻ ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് ആ ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ് ടോപ്പ്, അത് നമുക്ക് സാധാരണ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് കുറച്ച് ഒഴിച്ചിട്ട് ഒരു തുണി മുക്കി നല്ലപോലെ ഒന്ന് തുടച്ചാൽ നല്ലപോലെ ക്ലീൻ ആവും കേട്ടോ. അത് ആ ഗ്ലാസ് ടോപ്പ് നല്ല ക്ലീനായി. നല്ലപോലെ തുടച്ച് ക്ലീനായി തുണി മുക്കി തുടച്ചിട്ട് വീണ്ടും നല്ലൊരു ഉണങ്ങിയ തുണി എടുത്ത് വീണ്ടും നല്ലപോലെ തുടച്ചു കേട്ടോ. നന്നായിട്ട് നല്ല ക്ലീനായി കേട്ടോ. നല്ലൊരു വൃത്തിയുള്ള ക്ലീനായ ഒരു ഉണങ്ങിയ തുണി കൊണ്ട് വീണ്ടും നല്ലപോലെ ഒന്ന് തുടച്ചു. നല്ല ക്ലീനായിട്ട് കിട്ടി. അതിന് ശേഷം നമ്മൾ ചൂടുവെള്ളത്തിൽ ഹാർപ്പിക്ക് ഒഴിച്ചത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ആ ബർണറൊക്കെ കറുത്തിരിക്കല്ലേ, അതിൽ അഴുക്കൊക്കെ പിടിച്ചിരിക്കല്ലേ. അതുകൊണ്ട് അതും നമ്മളിതുപോലെ തന്നെ ഒരു ബ്രഷ് കൊണ്ട് നല്ലപോലെ ഒന്ന് ഉരച്ച് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കാം കേട്ടോ. അതിനുശേഷം വീണ്ടും കുറച്ച് വെള്ളം എടുത്തു. വീണ്ടും നല്ല ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ എടുത്തത്. വീണ്ടും നന്നായിട്ട് കുറച്ച് പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുത്തു. കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുത്തു. അതിന് ശേഷം കുറച്ച് ബേക്കിംഗ് സോഡയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് നന്നായിട്ട് പതഞ്ഞ് പൊന്തി കേട്ടോ. അതിന് ശേഷം അതിലേക്ക് വീണ്ടും നമുക്ക് ആ ബർണറൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് തേക്കാം. വീണ്ടും നല്ലപോലെ നമുക്കൊന്ന് തേച്ച് വൃത്തിയാക്കാം. ബ്രഷ് കൊണ്ട് തന്നെ നന്നായിട്ട് തേക്കത്. ഇപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ മാറി, നല്ലൊരു ഗോൾഡൻ കളർ വന്നു. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നല്ലതായിട്ട് തേച്ച്
നമുക്ക് വൃത്തിയാക്കാം. ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ. നല്ല ചൂടുവെള്ളത്തിലല്ലേ നമ്മൾ ഇട്ട് വെച്ചിരുന്നത്. അത് ചൂടാറിയപ്പോൾ നമുക്ക് നന്നായിട്ട് ബ്രഷ് കൊണ്ട് നന്നായിട്ട് തേച്ച് വൃത്തിയാക്കാം. നല്ല കളറും നല്ല അഴുക്കൊക്കെ പോയിട്ട് കിട്ടി. അതിൻ്റെ ഹോളൊക്കെ ഉണ്ടല്ലോ, ആ ഹോളൊക്കെ നന്നായിട്ടൊന്ന് തുറക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം. ബ്രഷ് ഇട്ട് നല്ലപോലെ ഒന്ന് ഉരയ്ക്കാം. ഇതാ അതിൻ്റെ അടിഭാഗത്തൊന്ന് നല്ലപോലെ ഒന്ന് ഉരച്ച് കൊടുക്കണം കേട്ടോ. അടിഭാഗത്തും അതിൻ്റെ പൊടിയും അഴുക്കൊക്കെ ഉണ്ടാവും. അവിടെയും നല്ലപോലെ നമുക്കൊന്ന് തുടച്ച് കൊടുക്കാം. നല്ലപോലെ തേച്ച് കൊടുക്കാം. എല്ലാ ബർണറും ഇങ്ങനെ നന്നായിട്ട് തേച്ചു കേട്ടോ. നന്നായിട്ട് തേച്ച് വൃത്തിയാക്കി. എല്ലാം നല്ലപോലെ വൃത്തിയായി ട്ടോ. അതിൻ്റെ വെള്ളം കണ്ടോ? വെള്ളമൊക്കെ അതിൻ്റെ അഴുക്കൊക്കെ പോയപ്പോൾ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ? ആ നല്ലപോലെ ഉരച്ച് കഴുകി. എല്ലാം നല്ലപോലെ വൃത്തിയായിട്ട് അത് കണ്ടോ? എല്ലാം നന്നായിട്ട് വൃത്തിയായിട്ട്. ഇനി നമുക്ക് നല്ല ഉണങ്ങിയ തുണി ഒന്നുകൂടി കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ കഴുകി നല്ലൊരു ഉണങ്ങിയ തുണി കൊണ്ട് നമുക്ക് നല്ലപോലെ അങ്ങ് തുടച്ചെടുക്കാം കേട്ടോ. ഇതാ നന്നായി തുടച്ചെടുക്കാം. അതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങളുണ്ടല്ലോ, അപ്പോൾ നമ്മൾ മാറ്റി വെച്ച സ്റ്റീലിൻ്റെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല, അതും നമ്മൾ സാധാരണ പാത്രം കഴുകുന്ന ലിക്വിഡ് കൊണ്ട് നല്ലപോലെ തേച്ച് ഒന്ന് കഴുകി നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ. ഇതാ എല്ലാം നല്ലപോലെ കഴുകി തുടച്ച് കൊണ്ടുവന്നു കേട്ടോ. ഇനി നമുക്ക് വീണ്ടും പഴയതുപോലെ എല്ലാം നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാം. വീണ്ടും നമുക്ക് ഗ്യാസ് മുഴുവൻ നമുക്ക് ബർണർ നമ്മൾ ഗ്യാസ് സിലിണ്ടർ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ജോലികളൊക്കെ ചെയ്തത്. അപ്പോൾ അത് നമുക്ക് വീണ്ടും എല്ലാ സാധനങ്ങളും എല്ലാ പാർട്സും വെച്ചിട്ട് നമുക്ക് വീണ്ടും എല്ലാം നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാം. ഇതാ എല്ലാം ഫിറ്റ് ചെയ്യണം കേട്ടോ. ഇതാ അതെല്ലാം ഫിറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഗ്യാസ് കത്തിക്കാം കേട്ടോ. എന്താ സിലിണ്ടർ ഓൺ ചെയ്തു. അതിനുശേഷം എന്താ ബർണർ ഓൺ ചെയ്തു. എല്ലാം നല്ല പോലെ കത്തി നല്ല ക്ലീനായിട്ട് നന്നായിട്ട് ക്ലീനായിട്ട് വന്നു. നന്നായിട്ട് കത്തി കിട്ടി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.